ഇപ്പോൾ ഇന്നലത്തെ സെഷനിൽ നമ്മൾ ഈ ഒരു ബുക്ക് റിവ്യൂവിന്റെ ഭാഗമായിട്ട് സ്ട്രെസ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ കാര്യങ്ങളാണ്. അപ്പോൾ കുറച്ച് പരിഹാരങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് സ്ട്രെസ് ഇങ്ങനെ വരികയാണെങ്കിൽ, ഇന്നലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി എങ്ങനെയാണ് സ്ട്രെസ് വരിക എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു അവെയർ ആവേണ്ട ഒരു അവസ്ഥ എങ്ങനെയാണെന്ന്. അപ്പോൾ അതുപോലെയല്ല, നമ്മുടെ ഏഹ്, മനസ്സിന് നല്ല ഭാരം തോന്നുക, അതുപോലെ തലവേദന, ഇങ്ങനെയുള്ള ഒരുപാട് സിംറ്റംസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സിംറ്റംസ് ഒക്കെ നമുക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ അവെയർ ആവുക, ഇത് എനിക്ക് സ്ട്രെസ് വരുന്നതാണ്, ഇത് എന്തിന് വരുന്നതാണ് എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഓക്കെ. ഇതെന്തുകൊണ്ടാണ് ഈ ഒരു സ്ട്രെസ് വരുന്നതെന്ന് ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാവും. ചിലപ്പോൾ കഴിഞ്ഞ പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങളായിരിക്കും ഈ ഒരു സ്ട്രെസ്സിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക. അപ്പോൾ ജസ്റ്റ് അതിനെക്കുറിച്ച് അവെയർ ആവുമ്പോൾ തന്നെ അതിൻ്റെ പകുതി പെർസെൻറ്റേജ് ആ ഒരു സ്ട്രെസ്സിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഏഹ് അപ്പോൾ ജസ്റ്റ് അവെയർ ആവുക എന്നുള്ളതാണ്. അവെയർ ആയിട്ട് നമുക്കൊരു സറണ്ടർ മൂഡിൽ, ഇപ്പൊ ചിലപ്പോൾ ഒരു ആദ്യമൊക്കെ ആയിരിക്കും, എന്താ ഒരു എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു ആദി കാരണമായിരിക്കും സ്ട്രെസ് വരിക. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചാലോ എന്നുള്ള ആദ്യ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും വരിക. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇതാണെന്ന് മനസ്സിലാവുമ്പോൾ, ഓക്കെ, എന്ത് സംഭവിച്ചാലും ഇത്രയൊക്കെയല്ലേ സംഭവിക്കുള്ളൂ. എന്താ പറയാ, ഇപ്പോ ഉം, ഏഹ്, ചില ആളുകളൊക്കെ നമ്മൾ അങ്ങനെ, ഇപ്പൊ നമ്മുടെ പേരൻസ് ആണ് നമ്മൾ കടയിലേക്ക് വിട്ടു എന്നിരിക്കട്ടെ, കടയിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വിട്ടു, നമ്മൾ കുറേ വൈകി, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് ചെല്ലാൻ നല്ലൊരു പേടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി വീട്ടിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. ഇതിങ്ങനെ നമ്മൾ ചിന്തിച്ച് ചിന്തിട്ട് ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ചിന്തിക്കാം, ഇപ്പൊ എന്നെ കൊല്ലൊന്നുമില്ലല്ലോ, അല്ലേ? ഇപ്പൊ ലാസ്റ്റ് പോയാൽ ഇപ്പൊ എന്ത് സംഭവിക്കും, എന്നെ കൊല്ലാനൊന്നും പറ്റൂല. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അതിന്റെ എൻഡ് എന്ന് പറയുന്നത് ജീവൻ പോവാന്നുള്ളതല്ലോ ഏറ്റവും എൻഡ്. അപ്പം അത്രയൊന്നും സംഭവിക്കൂലല്ലോ എന്നുള്ള ആ ഒരു, ഇനി എന്താ നടക്കണേന്ന് വെച്ചാൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ റബ്ബിലേക്കുള്ള ആ ഒരു സറണ്ടറൻസ് കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് അതിജീവിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഈ ഒരു ഹെവിനെസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിപ്പോ ചില ആളുകൾ, ഞാനൊരു കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ടായി. ഈ കൺസൾട്ടേഷൻ എടുത്ത സമയത്ത് ഈ ഒരു ചെറിയ കുട്ടിയാണ്, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ ഈ കുട്ടിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ ഈ സ്ട്രെസ് ഇങ്ങനെ കൂടിയിട്ട് പാനിക് അറ്റാക്ക് ആവുക, ഭയങ്കര ഡിപ്രഷൻ സ്റ്റേറ്റിലൂടെ പോവുക, അങ്ങനെ ഒരു ഒരു രീതിയിലാണ്. അപ്പോൾ ഈ കുട്ടി ഈ സ്ട്രെസ് വരുമ്പോൾ, എനിക്ക് വീണ്ടും സ്ട്രെസ് വരാണല്ലോ, ഇനി ആ ഒരു രൂപത്തിലേക്ക് പാനിക് അറ്റാക്കിലേക്ക് പോകുമോയെന്നാണ് ഈ ഒരു കുട്ടി ആദ്യം തന്നെ ചിന്തിക്കുക. പക്ഷെ ജസ്റ്റ് ആ ഒരു സ്ട്രെസ് വരികയാണെന്ന് അവെയർ ആയാൽ, അവെയർ ആയി കഴിഞ്ഞിട്ട് എന്തിനാ ഇത് വരുന്നത്, അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, എന്തെങ്കിലും ചെറിയ നോർമലായിട്ടുള്ള ചെറിയ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ആ ഒരു കാരണത്തിൽ ഒന്ന് പണിയെടുക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുതാം. അപ്പോൾ ജസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് അതിൽ ഓരോന്നിനും വേണ്ടിയിട്ട് സോർട്ട് ചെയ്ത് നമ്മൾ പണിയെടുക്കുമ്പോൾ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു നമ്മുടെ മൈൻഡിന് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ സ്റ്റെക്കും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നമ്മളിങ്ങനെ ഈ മൈൻഡ് ഇങ്ങനെ വിചാരിക്കും, ഓ ഇത് ഇപ്പോഴും ശരിയായിട്ടില്ല, ഇത് ഇപ്പോഴും ശരിയായിട്ടില്ല. മൈൻഡിന് തന്നെ ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും, ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ഇതെന്തെപ്പോഴും എന്നുള്ള രീതിയിൽ മൈൻഡ് കൂടുതൽ സ്ട്രെസ് കാര്യങ്ങൾ തരും. അപ്പോൾ ബ്രെയിനിനും മൈൻഡിനും ഒക്കെ ഒരു ക്ലാരിറ്റി വേണം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന കാര്യം ഏറ്റവും ആദ്യം എഴുതുക, എന്നിട്ട് ലാസ്റ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതുക. ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതി നോക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, ആ ഫസ്റ്റത്തെ ഒരു കാര്യം എഴുതിയാലും മതി. ഇപ്പോൾ ബാക്കി എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ ഇതൊക്കെ കഴിയുമ്പോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം, ജസ്റ്റ് ചിലപ്പോൾ ഈ ഒരു സെഷനിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ ആ ഒരു പ്രശ്നം ചിലപ്പോൾ സോൾവ് ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തീവ്രതയെങ്കിലും കുറയും നല്ലതാണ്. കാരണം നമ്മൾ അവെയറായി അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ പോകാമല്ലോ. അപ്പോൾ അതിലൂടെ പല കാര്യങ്ങളും ഇങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളിൽ, ചിലപ്പോൾ അത്രയും വർഷങ്ങൾ പ്രയാസപ്പെടുത്തുന്നതാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ചിലപ്പോൾ ഒന്നും കൂടി വർക്കൗട്ട് ചെയ്യേണ്ടി വരും. എങ്കിലും അതിൻ്റെ ആ ഒരു തീവ്രത തീർച്ചയായിട്ടും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എഴുതി വെക്കാം ആദ്യം ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന കാര്യം.
ഓക്കെ, അപ്പോൾ എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അപ്പോൾ ജസ്റ്റ് ഇനി ബാക്കിയുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ എഴുതാം കേട്ടോ. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ ഒരു ഇത് ചെയ്യണ കാര്യമല്ലേ പറഞ്ഞത്. ആ, പിന്നെ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കാൻ പറ്റും എന്നുള്ളതും ജസ്റ്റ് നമുക്കൊന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കണം. അപ്പം നിങ്ങൾക്ക് അതിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പോൾ മൈൻഡിന് ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവും, ഏറ്റവും കൂടുതൽ എന്നെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും അതുപോലെ അതിൻ്റെ സൊല്യൂഷൻ ഇതും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. പിന്നെ ഇനി അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, ഉം, ഇങ്ങനെ ഈ ഒരു സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ സെഷൻ തുടങ്ങുന്ന സമയത്ത് ചെയ്ത പോലെ ഡീപ്പായിട്ടുള്ള ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ശരിക്കും ഈ ഒരു സ്ട്രെസ്സിൻ്റെ ഒക്കെ സമയത്ത് ഒരുപാട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും ബ്രീത്ത് റേറ്റ് ഒക്കെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് വളരെ സമയം എടുത്തിട്ട് നമ്മൾ ബ്രീത്ത് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഒരു അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടും ആ ഒരു സ്ട്രെസ്സിൽ നിന്നൊക്കെ റിലീഫ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രീത്ത് ഔട്ടൊക്കെ മോ ഈ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു സ്ട്രെസ് ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രീത്തിങ്ങിനെ ഒന്ന് അത് ഓക്കെ ആക്കാൻ വേണ്ടി ശ്രമിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ചില പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് ശ്രമിക്കലുണ്ട്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കണേ. ഇത് നമ്മളൊന്ന് കോൺഷ്യസ് ആയിട്ട് എടുത്തിട്ട് ഒരു 5 തവണയെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ബ്രീത്തിങ്ങിന് ഒരു എന്താ പറയുക, ഫസ്റ്റ് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക, പിന്നെ റിലീസ് ചെയ്യുക, പിന്നെയും എടുക്കുക, പിന്നെ ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എടുത്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിന്നെ വീണ്ടും റിലീസ് ചെയ്ത് വീണ്ടും ബ്രീത്ത് എടുത്ത് ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് ഏറ്റവും ആ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുമ്പം ഏതാണ് നമുക്ക് കംഫർട്ടബിൾ ആ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്യാം. അതുപോലെ ഒരുപാട് വാമപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വാമപ്പുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജോയിൻസും നമ്മുടെ ഓരോ സെൽസിലും ഈ മെമ്മറീസ് കാര്യങ്ങൾ സ്റ്റോർ ചെയ്തെടുപ്പുണ്ട്. പാസ്റ്റ് ആയിട്ടുള്ള മെമ്മറീസ് നമ്മുടെ ഒരു സെല്ലെടുത്താൽ ഈ സെല്ല് എല്ലാ സെല്ലിലും നമ്മളുടെ ഈ കഴിഞ്ഞ മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ പാസ്റ്റ് wound-ൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ചെറിയ ചെറിയ വാമപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ഉണ്ട്. ചിലത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഏഹ് ഇതായിരിക്കാം, ഇങ്ങനത്തെ ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസ് കാര്യങ്ങളൊക്കെ കൈ അനക്കുക, കാലനക്കുക, ഇങ്ങനെയുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഒരുപാട് നമുക്ക് സ്ട്രെസ്സ് റിലീഫ് കിട്ടും. നമുക്ക് പറ്റുന്ന പോലെ ഓരോരുത്തരുടെ സമയവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് അത് അപ്ലൈ ചെയ്യാം. എല്ലാ ദിവസവും ഇതൊരു ജീവിതത്തിൻ്റെ പാർട്ട് ആവുകയാണെങ്കിൽ ഒരുപാട് സ്ട്രെസ്സ് റിലീഫ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു മൂവി കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് വാച്ച് ചെയ്തിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ ലൈഫിൽ നമ്മളൊക്കെ ഈ സ്ട്രെസ്സിലൂടെയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ഇത് ഉപകാരപ്പെടുക. അപ്പോൾ എന്ത് ചെയ്യുക,
അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഏഹ്, അത് ഇത് ഒരു കാര്യം വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. പിന്നെ ഇതിന് മുന്നത്തെ സെഷനിലും ഒരുപാട് സെഷനിലൊക്കെ ഞാൻ പറഞ്ഞേക്കുന്ന കാര്യമാണ് സൈലൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. ചിലപ്പോൾ പല സ്ട്രെസ്സിൻ്റെ ഒക്കെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പ്രശ്നങ്ങൾ അങ്ങോട്ടും വഴക്കും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ കൂടുതലൊരു ഒരു മൗനം കീപ്പ് ചെയ്താൽ ആരെയും ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഈ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് ഇത് ചിലപ്പോൾ പ്രൂവ് ആവൂല. നമ്മൾ ലാസ്റ്റ് ഭയങ്കര സ്ട്രെസ്സിലായി പോകും എന്നുള്ളതാണ്. അപ്പം മാക്സിമം അങ്ങനത്തെ പ്രൂവ് ചെയ്യലൊക്കെ കുറച്ചിട്ട് ഏഹ്, ഒന്ന് ജസ്റ്റ് പറയാം, എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അങ്ങോട്ട് വിട്ടളയുക എന്നുള്ളതാണ്. ചിലതൊക്കെ കാലം റബ്ബ് ആ ഒരു കാര്യങ്ങൾ ഏറ്റവും സത്യം ഏതാണ് അതൊക്കെ റബ്ബ് ഇങ്ങനെ തെളിയിച്ചു കൊണ്ടുവന്നോളും. അപ്പം നമ്മൾ അതിലൊക്കെ സറണ്ടർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ സറണ്ടർ ആയിട്ട് കൂടുതൽ സൈലൻസ് എല്ലാ ദിവസവും മോർണിംഗിലൊക്കെ ഒന്ന് സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് സ്ട്രെസ്സിൽ നിന്നൊക്കെ റിലീഫ് ചെയ്യാൻ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ്, അമിതമായിട്ടുള്ള ഒരു ഹെൽത്തി ഇല്ലാത്ത ഫുഡ് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മളെ ഒരുപാട് സ്ട്രെസ്സിലേക്ക് നയിക്കും. ഒബിസിറ്റിയിലേക്കും അങ്ങനെയുള്ള ഒരു ഹെൽത്തി ബോഡിക്കാണ് ഹെൽത്തി മൈൻഡ് ഉണ്ടാവും. അപ്പോൾ ഹെൽത്തി മൈൻഡിനാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഹെൽത്തും ബോഡിയും മൈൻഡും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ജസ്റ്റ് നമ്മൾ നല്ലൊരു അവയർനെസ് കൊടുത്തിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ജീവനുള്ള കുറച്ച് ഭക്ഷണമെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. ജീവനുള്ള എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വേവിക്കാത്തതും കുറച്ച് വേവിച്ചതും ഒക്കെ ആയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം കൂടി ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുക എന്നുള്ളതാണ്. ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. നമുക്കിങ്ങനെ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്ത് നമ്മുടെ ഗുണകാംക്ഷകളുടെ അടുത്തൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ട് എനിക്ക്, ഇതിന് എങ്ങനെ ഓവർകം ചെയ്യേണ്ടത് എന്നുള്ള സൊല്യൂഷൻസ് കിട്ടുന്ന ഇപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയൊരു അവസരം എൻ്റെ അടുത്തുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട് 1 hour. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മുടെ ഈ പ്രശ്നം ഒന്ന് കേട്ടാൽ മതിയാവും നമുക്ക്. ചിലപ്പോൾ ഒരുപാട് സൊല്യൂഷൻ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, എങ്കിലും ജസ്റ്റ് ചിലപ്പോൾ ചില സമയത്തൊക്കെ സൊല്യൂഷൻ നമുക്ക് ആവശ്യമായിട്ടും വരും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കേൾക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഗുണങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് കിട്ടും. ഓക്കെ. ഇനി അടുത്തത് ഉറക്കം. ഉറക്കം എന്ന് പറയുന്നത് നമ്മളെ ഡീപ്പായിട്ട് ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ആ ഒരു നൈറ്റിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരുപാട് എഫേർട്ടൊക്കെ ആ ഒരു ജസ്റ്റ് ഉറക്കത്തിലൂടെ നമുക്ക് പോകും. അതാണ് ആ ഒരു ഉറക്കം കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിഞ്ഞ ആ ഒരു മരണത്തിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു. അൽഹംദുലില്ലാഹി അല്ലദി അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹിൻ നുശൂർ. ആ ഒരു ഏഹ്, മരണത്തിൽ നിന്ന് എന്നെ വീണ്ടും എഴുന്നേൽപ്പിച്ചു. പക്ഷെ നമ്മളവിടെ മരിക്കുന്നില്ലെങ്കിൽ പോലും ആ ഒരു ഉറക്കത്തിൽ നമ്മൾ അത്രയും ഡീപ്പായിട്ടുള്ള ഹീലിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ സ്ട്രെസ്സിലും കാര്യങ്ങളിലൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ടൊന്ന് എഴുന്നേറ്റാൽ ഒരു നല്ല ഒരു കോൺഫിഡൻസോട് കൂടി എല്ലാം റബ്ബിൽ തവക്കുൽ ചെയ്തിട്ട് ഉറങ്ങണം. എല്ലാം റബ്ബിലൊന്ന് തവക്കുൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ ചിലപ്പോൾ ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വാനിഷ് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇത് തവക്കുൽ ചെയ്യാതെ ഇത് എന്താവും എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ഉറങ്ങിയാൽ നമ്മൾ കൂടുതൽ പ്രയാസത്തിലാവും. ഓരോ ദിവസത്തെ രാത്രിയും ഒരു നല്ല ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല റാഹത്തിൽ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം മോർണിംഗിൽ നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് പല രാവുകളിലും നമുക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തതിൻ്റെ ഒക്കെ റീസൺ എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ അത്ര ടൈറ്റ്നെസ്സോടും ഹെവിനെസ്സോടും എന്താ എൻ്റെ ജീവിതം എങ്ങനെ, ഞാൻ എന്താ ശരിയാവാത്ത, ഇങ്ങനെയുള്ള പല റിഗ്രഷനും ഗിൽറ്റും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഒരിക്കലും മോർണിംഗിൽ നല്ലൊരു മോർണിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലൊരു രാത്രി നമുക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നല്ലൊരു മോർണിംഗ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ട്രാവലിങ്, നമുക്ക് നല്ല സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം നമ്മുടെ റൂമിൽ ഇരുന്നിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ സ്കൈ ഒന്ന് വാച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകാൻ സാഹചര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം
കടൽ തീരത്തോ ഇല്ലെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെ പ്രകൃതിയിലേക്കൊക്കെ നോക്കുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ വരും. നമ്മൾ പ്രകൃതി ഹീൽ ചെയ്യും. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു പച്ചപ്പിലേക്ക് ഇങ്ങനെ ഒരുപാട് സമയം നോക്കിയിരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒഴുകുന്ന വെള്ളം, ആകാശം, ഇതൊക്കെ നമ്മൾ ഒരുപാട് ഹീൽ ചെയ്യുന്ന, നമ്മുടെ സ്ട്രെസ്സിനെ റിലീഫ് തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പേഷ്യൻസ് ആണ് പറയുന്നത്. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സറണ്ടർ ചെയ്തിട്ട് റബ്ബിൽ ഇങ്ങനെ തവക്കൽ ചെയ്യുമ്പോഴാണ് നമുക്കത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടാവും. പക്ഷെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു മരത്തിൻ്റെ ശിഖരം ഒടിഞ്ഞിട്ട് നേരെ ഫ്രണ്ടിലേക്ക് വീഴുക. അപ്പോൾ ഒരാൾ ഇതിനെ വിചാരിക്കുകയാണ്, എന്താണിത്, ഈ ഒരു മരം, ഞാനിങ്ങനെ ഇറങ്ങാൻ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും ഈ മരം വീണു, ഇതൊരു അപലക്ഷണമാണ്, ഇന്നത്തെ ദിവസം പോയി എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ ആ ഒരു ദിവസത്തെ കാണുന്നത്. ഇയാൾക്ക് ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. രണ്ടാമത്തെ ആള് ആ ഒരു മരത്തിന്റെ ശിഖരം വീണപ്പോ, ഓ, അയാളിങ്ങനെ ജസ്റ്റ് പോയി അതിന്റെ ഫ്രണ്ടിലാണ് വീണത്. ഓ, എന്നെ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് റബ്ബ് രക്ഷിച്ചു. കാരണം ഈ ഒരു മരത്തിന്റെ ശിഖരം എൻ്റെ തലയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ എന്താവുമായിരുന്നു, എനിക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാവുമായിരുന്നു. അപ്പൊ അത് എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത് എന്നുള്ള മൂഡിലാണ് നമ്മൾ അതിനെ സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് എടുക്കാൻ പറ്റും. കാരണം ഇന്ന് ഒരു പ്രയാസത്തിൽ നിന്ന് എന്നെ റബ്ബ് രക്ഷിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി അതിനെ നേരിടാൻ വേണ്ടിയിട്ട് പറ്റും. മൂന്നാമത്തെ ഒരാൾ ഈ ഒരു മരം വീണത് കണ്ട്, ഇത് പ്രകൃതിയിൽ സാധാരണ നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ അതിനെ വെറുതെ അങ്ങോട്ട് വിട്ടു പോയി എന്നുള്ള ഒരു മോഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അയാൾക്ക് വേറെ പ്രത്യേകിച്ചൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഈ മൂന്ന് ടൈപ്പിൽ നമ്മൾ സെക്കൻഡ് ടൈപ്പിലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എന്തെങ്കിലും നമുക്ക് ആഹ്, ഒരു അതിനൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു മനോഭാവമാണ് ആ ഒരു പ്രശ്നത്തെ എങ്ങനെ എടുക്കണം എന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തെ ആള് വളരെ സ്ട്രെസ്സിലായിരിക്കുള്ളൂ ആ ഒരു ദിവസത്തെ ഏഹ്, കണ്ടിട്ടുണ്ടാവുക. കാരണം അന്നത്തെ ദിവസം കൊള്ളില്ല എന്ന് അയാൾ തന്നെ വിധി എഴുതിയപ്പോൾ അയാൾക്ക് ഒരുപാട് പാടായിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ അതിനെ ഇന്ന് എന്നെ റബ്ബ് രക്ഷിച്ചത്, ഇന്ന് എൻ്റെ ബെസ്റ്റ് ഡേ ആണ് എന്നുള്ള രീതിയിൽ ഓരോ ദിവസവും ഇനിയിപ്പോൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഇതെൻ്റെ ഒരു പുതിയ ദിവസമാണ് എന്നുള്ള രീതിയിൽ ഓരോ ദിവസത്തെയും നമുക്ക് കാണാൻ വേണ്ടി പുതിയ പുതിയ അവസരങ്ങളായിട്ടും ഏഹ്, ഓരോ ദിവസത്തെയും കാണാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമുക്ക് ആർക്കും അറിയില്ല എത്ര നാൾ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കും, എത്ര ആയുസിൻ്റെ കാര്യങ്ങളൊന്നും. അപ്പോൾ ഉള്ള ആ ഒരു സമയം നമ്മൾ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഒരു റിഗ്രഷൻ ഇല്ലാതെ നമുക്ക് ആ ഒരു മരണത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. മാക്സിമം നല്ല കാര്യങ്ങളിലേക്കും ഒക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. വെറുതെ സ്ട്രെസ് അടിച്ച് അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോ എന്നൊക്കെ വിചാരിച്ച്, എന്താ എനിക്ക് മാത്രം അങ്ങനെ ആവാത്തതെന്നൊക്കെ വിചാരിച്ച് നമ്മുടെ സമയം കളയാതെ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചൂസ് ചെയ്തിട്ട് ആ ഒരു സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒന്ന് റിലീഫായിട്ട് ആക്ഷൻ എടുക്കാം. ചിലപ്പോൾ ആക്ഷൻ നമ്മൾ ഒരുപാട് ഹീൽ ചെയ്യും. ഓരോ സ്റ്റെപ്പുകളും ആക്ഷൻസും നമ്മൾ എടുക്കുമ്പോൾ അത്രയും നേരം നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലാണെങ്കിലും അപ്പോൾ ആ ഒരു ആക്ഷനിലൂടെ നമുക്ക് ഒരുപാട് റിലീഫ് കിട്ടും. പിന്നെ ആ ഒരു ആക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ചിന്തകളായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ഒക്കെ എനിക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ആക്ഷൻസ് കാര്യം, ചിലപ്പോൾ ഈ ആക്ഷൻ എടുക്കാത്തതുകൊണ്ടായിരിക്കും നമുക്ക് സ്ട്രെസ് ഫീൽ ചെയ്യാം. ജസ്റ്റ് ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും പിന്നെ നമ്മളിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ട്രെസ്സിനെ നമുക്ക് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. മൈൻഡും ഹാർട്ടും തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സൈലൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്, ഈ ഹാർട്ട് പ്യുവർ ആണെങ്കിൽ നമുക്ക് മൈൻഡിലും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു ഹാർട്ടിനും വേണ്ടിയിട്ട് ഈ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഹാർട്ട് പ്യുവർ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് രണ്ട് പോയിന്റ് കൂടി പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം.
പിന്നെ ഈ ഒരു പുസ്തകത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല കേസസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പുസ്തകത്തിൽ നമുക്ക് ആം, ഓരോ മേഖലയും തൊഴിൽ മേഖലകളിൽ കൂടുതൽ വർക്ക് പ്രഷർ കാര്യങ്ങളൊക്കെ കൂടുമ്പോഴാണ് ഈ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പല ആളുകളുടെ അടുത്ത് നമുക്ക് സഹായം ചോദിക്കണമെങ്കിൽ സഹായം ചോദിക്കാം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ഓരോ മേഖലകളെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു പുസ്തകത്തിൽ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു നമുക്ക് നോർമലായിട്ട് എല്ലാത്തിലേക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാത്തിലേക്കും ഫിറ്റ് ആവും. എന്ത് കാര്യത്തിലേക്കും നമുക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ യൂസ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും റിലീഫ് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് ബെസ്റ്റ് ഒരു ടൂളാണ്. കാരണം ദാനം ചെയ്യുന്നതും ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ വിധികളെ വരെ മാറ്റി എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ ഇപ്പൊ നമുക്ക് വേറെ ആരോടെങ്കിലും ഒക്കെ പറയുമ്പോൾ നല്ല റിലീഫ് കിട്ടുമല്ലോ. അപ്പൊ ഇതെല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, ഇപ്പോ ലാസ്റ്റ് ഞാൻ വായിച്ച ഒരു സ്റ്റോറിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു പണ്ഡിതനും ഒരു പാവപ്പെട്ട മനുഷ്യനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യൻ ദാരിദ്ര്യ ഭയങ്കര ദാരിദ്ര്യത്തിലാണ്, എനിക്ക് പ്രയാസമാണ്, ഭക്ഷണമില്ല, വസ്ത്രമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതികൾ പറയുന്നുണ്ട്. പക്ഷെ ഈ പണ്ഡിതൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ആ പണ്ഡിതൻ ഒരു ചോദ്യം ചോദിക്കും, നിന്റെ ഈ കണ്ണിന്റെ കാഴ്ച, ഞാൻ നിനക്കൊരു 10,000 രൂപ തരാം, നീ എനിക്ക് ഈ കണ്ണിന്റെ കാഴ്ച ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയാ, എനിക്ക് തരാൻ പറ്റില്ല, എന്നാ നീ ചോദിക്കുന്ന പൈസ ഞാൻ തരാം, നീ എനിക്ക് ഈ കണ്ണിന്റെ കാഴ്ചശക്തി ഒന്ന് തരുമോ?" അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, തരില്ല എന്ന് പറഞ്ഞില്ലേ എന്നുള്ളത്. അതുപോലെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, കൈ തരൂ, കാല് തരൂ, നിനക്ക് ഇത്ര രൂപ തരാം, നീ ചോദിക്കുന്ന പൈസ തരാം. അപ്പോൾ ഇതൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാവപ്പെട്ട മനുഷ്യൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യനോട് ലാസ്റ്റ് ഈ ഒരു പണ്ഡിതനായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, നിന്റെ ഓരോ അവയവങ്ങൾക്കും നിനക്ക് വില മതിക്കാൻ പറ്റില്ല, ഇത്ര രൂപ ഇതിനുണ്ട്, ഇല്ലെങ്കിൽ ഇത്ര രൂപ തന്നാൽ ഇത് തരാം എന്നുള്ള രീതിയിൽ നിനക്ക് പറയാനേ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്നലെ കിടക്കാൻ നേരത്തെ എൻ്റെ മക്കൾക്ക് ഈ ഒരു സ്റ്റോറിയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഒരാളോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ തന്നാൽ, ഈ ക്യാഷ് തന്നാൽ ഇത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ആ ഞാൻ കൊടുക്കും, ക്യാഷ് വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഇപ്പോൾ ബുദ്ധി എന്നുള്ള ഒരു കാര്യം, നമുക്ക് അത് കൊടുത്തിട്ട് നമുക്ക് ക്യാഷ് കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ കൈയും കാലും ഒന്നും ഇല്ലാതെ അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് ക്യാഷ് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ ഇതുപോലെ നമുക്ക് ഒട്ടും വില മതിക്കാൻ പറ്റാത്ത ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയിട്ട് ആ, അത് ഒക്കെ തന്നെ നമ്മുടെ റബ്ബല്ലേ. അപ്പൊ ഈ റബ്ബിന് എൻ്റെ ചെറിയ ചെറിയ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എത്ര ഈസി ആയിരിക്കും അത് നമുക്ക് സാധിപ്പിച്ച് തരാനായിട്ട്. പക്ഷെ അതിനൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഒരു തടസ്സം വരുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നമ്മളെ എവിടെയോ പാകപ്പെടുത്താനും നമ്മളുടെ സറണ്ടറൻസ് ഒന്ന് ചെക്ക് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. അതിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് അറക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അതുപോലെ എൻ്റെ റബ്ബ് എനിക്ക് ഹയറില്ലാത്ത ഒന്നും വരുത്തൂല എന്നുള്ള രീതിയിൽ എൻ്റെ റബ്ബ് എന്നെ ചൂസ് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള വഴികളും കാര്യങ്ങളും എല്ലാം തുറന്നു വരും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പ്രാർത്ഥന നടത്തുക, നന്നായിട്ട് ദ്വാ ചെയ്യുക. ഏറ്റവും കൂടുതൽ ദ്വാക്ക് ഇജാബത്തുള്ള സമയത്തൊക്കെ കരഞ്ഞിട്ട് തന്നെ ദ്വാ ചെയ്യുക. ഓരോ കാര്യങ്ങളും നമ്മൾ അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുക, നമുക്ക് ഒരുപാട് റിലീഫ് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ എന്താ പറയുക, ഓപ്പൺ ആയിട്ടുള്ള സ്മൈല്, ഹാർട്ട് തുറന്നിട്ടൊന്ന് പുഞ്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ നമ്മുടെ മുഖം, നമ്മൾ സ്ട്രെസ്സിലായിട്ട് നിൽക്കുമ്പോൾ എന്താ പറയുക, ഒരു 72 മസിൽസ്, ബോഡി മസിൽസ് വേണം നമുക്കൊന്ന് മുഖം ചുളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഗൗരവത്തിൽ നിൽക്കാൻ. പക്ഷെ ഓൺലി 14 മസിൽസ് മതി നമുക്ക് ഒന്ന് പുഞ്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ണാടി പോയിട്ട് ആ ഫ്രീ ആയിട്ടുള്ള കാര്യം ഒന്ന് ചെയ്തു വെക്കാം. ചിലപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലൊക്കെ ആയിരിക്കും, പക്ഷെ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് നമ്മളിങ്ങനെ പുഞ്ചിരിച്ച് വെക്കുമ്പോൾ ഒരുപാട് നമുക്ക് റിലീഫ് കിട്ടും. പിന്നെ നമുക്ക് മറ്റുള്ള ആളുകളുമായിട്ട് തീരെ ബന്ധം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് അവരിങ്ങനെ നോക്കിയിട്ട് ഇടയ്ക്ക് നമുക്ക് പുഞ്ചിരിക്കുമ്പോൾ അവരുമായിട്ടുള്ള ഒരു പാലമാണ് അവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് മിണ്ടണം എന്നുണ്ട്, പക്ഷെ കുറച്ചൊരു അകൽച്ച ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരൊക്കെ ഒന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുക. അതൊക്കെ നമ്മളെ ഒരുപാട് സ്ട്രെസ്സിൽ നിന്നൊക്കെ റിലീഫ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ സെൽഫ് ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക. ആഹ് ഓരോ കാര്യങ്ങളൊക്കെ ഡിസിപ്ലിൻഡ് ആയിട്ട് ടു ഡു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക, കറക്റ്റായിട്ട് ടൈം ഷെഡ്യൂൾ ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരുപാട് നമ്മുടെ ലൈഫിനെ സ്ട്രെസ്സിൽ നിന്നൊക്കെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ എല്ലാ കാര്യം കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കാര്യങ്ങൾ അത്ര അധികം ബാധിക്കില്ല.
പിന്നെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ എൻ്റെ മക്കളിലേക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു പകർച്ചവ്യാധിയാണ് സ്ട്രെസ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് പതിയെ നമ്മളിലേക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ എനർജി ഒക്കെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. ഏകദേശം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ, അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് ഒരുപാട് റിലീഫ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ പെട്ടെന്ന് ഷെയർ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താലും മതി കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഒന്നും ഇല്ലാന്ന് വിചാരിക്കണം. ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും നെക്സ്റ്റ് സെഷനൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ കുറച്ചുകൂടി ആളുകളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇൻഷാല്ല നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും നല്ലൊരു സെഷൻസ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടണ്ടേ. ഒരുപാട് പേരുടെ ലൈഫിൽ സ്റ്റക്കായിട്ടും ഇങ്ങനെ സ്ട്രെസ് ആയിട്ടൊക്കെ ഇരിക്കുന്നിടത്ത് അവർക്കൊക്കെ ഒരു റിലീഫ് കിട്ടണം ഇൻഷാല്ല. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തായിരുന്നു? ഓക്കെ. ഓക്കെ, ഇൻഷാല്ല. അപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ മസ്റ്റായിട്ടും ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളതാണ്. മറ്റുള്ള ആളുകൾക്ക് കൂടി ജോയിൻ ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ചില ആളുകൾക്ക് ഒരു സ്ട്രെസ് ഒക്കെ കാരണം ഈ ലിങ്ക് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ പോലും തോന്നാത്തൊരു അത്രയും ഡിപ്രഷൻ സ്റ്റേറ്റിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് ഇങ്ങനെ നമുക്കുണ്ടായ മാറ്റങ്ങളും അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇത് ഈ ക്ലാസ് ഒക്കെ കേട്ടിട്ട് എന്താ കാര്യം എന്നൊക്കെ ആയിരിക്കും ഇവരുടെ മനസ്സിലുണ്ടാവുക. ജസ്റ്റ് അവരെ ഇപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഹെൽപ്പ് ചെയ്താണ് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് മാറണം എന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ മറ്റുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്താൽ എനിക്കും ഇങ്ങനെ മാറ്റം ഉണ്ടാവും എന്ന് ഫീൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫീഡ്ബാക്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മറ്റുള്ളവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഇൻഷാല്ലാ. എന്നാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കണം. പിന്നെ നമ്മുടെ ഒരു പെയ്ഡ് സെഷൻ ഉണ്ട്. റബീഉൽ അവ്വലിലേക്ക് നമ്മൾ ഒന്ന് പാകപ്പെടാൻ, നമ്മുടെ ഹൃദയവും മനസ്സൊക്കെ ഒന്ന് പാകപ്പെടാൻ വേണ്ടിയിട്ട് ഡീപ്പായിട്ടുള്ള 3 ഫോർഗിവ്നെസ്സിൻ്റെ ഡേയ്സും 3 ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഡേയ്സും 3 ലവിൻ്റെ ഡേയ്സും കൂടിയിട്ടുള്ള, പിന്നെ കുറച്ച് റോൾ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റോറീസും ചരിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെഷനാണ്. ബ്യൂട്ടിഫുൾ സെഷനാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു മഹബത്ത് ഫീൽ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലുള്ള പല കറകളും കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ആ ഒരു ലവ് ഫീൽ ചെയ്യാനൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹൃദയമൊക്കെ ഒന്ന് പ്യുവർ ചെയ്തിട്ട് അതിൽ ലവ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ആ ചരിത്രങ്ങളിലൂടെയൊക്കെ പോകാം. അപ്പോൾ റബീഉൽ അവ്വലാണല്ലോ വരുന്നത്. അപ്പോൾ അതിന് മുന്നേ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇനി നെക്സ്റ്റ് സെഷനിൽ കാണാം, നെക്സ്റ്റ് സാറ്റർഡേ ഇൻഷാല്ല. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب നാളെ ഇല്ലേ മിസ്? إليك. صلى الله عليه وسلم. നാളെ ഇല്ലേ? ഇല്ല, നാളെ ഇല്ല. ഞാൻ 2 ദിവസം കൊണ്ട് വൈൻഡപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നാളെ എനിക്കൊരു സെഷൻ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡീപ്പായിട്ട് കുറച്ചുകൂടി ഓരോ പ്രശ്നങ്ങൾ, ഓരോ ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ബുക്കിൽ സംസാരിക്കണം. ഇതിപ്പോൾ ഞാൻ എല്ലാത്തിലേക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.